പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. യൂത്ത് കോൺഗ്രസ് സമരത്തെ തുടർന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഇതേ തുടർന്ന് കോളേജിൽ യൂത്ത് കോൺഗ്രസ് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ നേരത്തെ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ പ്രതിരോധങ്ങളൊന്നും ഫലം കണ്ടില്ല. ബിനിൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയം മുമ്പ് പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലേക്കാണ് സമരം നടത്തിയത്. ഈ സമരം അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പോലീസിന്റെ കനത്ത സുരക്ഷ കോളേജ് ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. കോളേജിലെ ഉപകരണങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തല്ലി തകർത്തു. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കുക, ഒപ്പം തന്നെ ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുക. ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൗണ്ട് സിയോൺ ലോ കോളേജിനുള്ളിലേക്ക് സമരം നടത്തിയത്. തുടർന്ന് മാനേജ്മെന്റ് പ്രതിനിധി യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു. അവർക്ക് തീരുമാനമെടുക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു. അതിനുശേഷവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ കോളേജിൽ തുടർന്നു. പിന്നീടാണ് മാനേജ്മെന്റ് തീരുമാനമെടുത്തത്. ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്നും ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മൗണ്ട് സിയോൺ ലോ കോളേജ് മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി ക്യാമ്പസിലെ സമരം അവസാനിപ്പിച്ചതായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജെയ്സൺ ജോസഫ് എന്ന ഡിവൈഎഫ്ഐ നേതാവിനെ ഡിസ്മിസ് ചെയ്യാൻ കോളേജ് മാനേജ്മെന്റ് തീരുമാനിച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് സമരം പിൻവലിച്ചിട്ടുള്ളത്.